ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ബോട്ട് റോക്കേഴ്സ് 430 എന്ന ഹെഡ്സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബോട്ട് പ്ലഗ് ഇൻ ടു നിർവാൺ. ഇപ്പോൾ ബാക്കിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നല്ല എക്സ്ട്രാ ബാസാണ്, ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ്, ഹാൻഡ്സ് ഫ്രീ ആണ്, അതിനെന്തൊക്കെയാണ് അങ്ങനെ ഇങ്ങനെയും ആൻഡ്രോയിഡ്, iOS, റീചാർജബിൾ ബാറ്ററി, സോഫ്റ്റ് ഇയർ കപ്പ്. ഇപ്പോൾ നോക്കാം. പിന്നെ പ്ലേ ബാക്ക് ടൈം 12 hours, ചാർജിങ് ടൈം 2.5 hours മാക്സിമം, സ്റ്റാൻഡ് ബൈ ടൈം ടു 240 hours. പിന്നെ ബോക്സിലുള്ളത് ഇയർഫോൺ, USB കേബിൾ, ഓഡിയോ കേബിൾ, മാനുവൽ. നല്ലൊരു പാക്കിംഗ് ആണ്. ഒരു ഹാഫ് പ്ലാസ്റ്റിക് സ്റ്റാൻഡ് പോലുള്ളൊരു കവറിൽ. ഫസ്റ്റ് ഹാഫ് തുറന്നു കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് കാണാം. അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഒരു സാധാ മൈക്രോ USB കേബിൾ, പിന്നെ ഒരു 3.5 mm to 3.5 mm, അതായത് ഇത് വയേർഡായിട്ടും ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ആസ് യൂഷ്വൽ പേപ്പർ വർക്കുകൾ, യൂസർ മാനുവൽ, ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ഉപയോഗിക്കാനും. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. 32 Ohm on impedance, മാക്സ് പവർ 20 വാട്ട്, 197 gram വെയിറ്റ്, 10 meter വരെ ഡിസ്റ്റൻസ് ഉണ്ടാവും. ബാക്കി സ്ക്രീനിലുണ്ട്, വായിച്ചോളി. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരെ ഇപ്പോൾ ഇറക്കുന്ന ബോട്ടിൻ്റെ ഒട്ടുമിക്ക ഹെഡ്ഫോണിൻ്റെയും എല്ലാ ഹെഡ്സെറ്റിൻ്റെയും ഇയർഫോണിൻ്റെയും സ്പീക്കറിൻ്റെയും മൊത്തം സ്പെക്കും കാര്യങ്ങളാണ്. അഡ്വർടൈസ്മെൻറ്റ്. പിന്നെന്താ, പ്ലഗ് ഇൻ ടു നിർവാണ, അവിടെ ഒരു ലോഗോ ആണ്. 1 year വാറണ്ടി. ഇപ്പോൾ ഇയർഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു ഫ്ലാഷി കളറാണ്. കളർ കുഴപ്പമില്ല. റേറ്റ് നോക്കുന്നവർക്കാണെങ്കിൽ വലിയ തെറ്റുണ്ടാവില്ല. ഇത് ഓണാക്കി നോക്കാം. ഇവിടെ പവർ ബട്ടൺ, പ്ലേ പോസ്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, താഴെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും ആണെന്ന് തോന്നണം ഒരു ബട്ടണുണ്ട്. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒരു മെയിൽ വോയിസിൽ പവർ ഓൺ, പ്ലഗ് ഇൻ ടു നിർവാണ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ലോക്കൽ ചൈനയിൽ ഇങ്ങനെ പറയലുണ്ടല്ലോ, ഒരു ഫീമെയിൽ വോയിസ് വന്നിട്ട്. അപ്പോൾ അതിന് പകരം ഒറിജിനലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ബ്ലൂ LED ഇച്ചിരി ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അത് ക്യാമറ ലൈനെ കൊണ്ട് ഇങ്ങനെ കാണുന്നത്. വലിയ വെറുപ്പിക്കലില്ലാത്തൊരു സ്ഥലത്താണ് ലൈറ്റ് ഉള്ളത്. ഇത് വയേർഡ് ആക്കാനുള്ള 3.5 mm പോർട്ട് കൊടുത്തുള്ള സ്ഥലം. ഇത് മൈക്കാണെന്ന് വിചാരിക്കുന്നു. ചാർജിങ് പോർട്ട് അത് തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്, നല്ല സോഫ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ കളറിന് എന്തോ റേറ്റ് കുറവോ മറ്റോ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം അത് വാങ്ങിയത്. വലിയ വൃത്തികേടില്ലാത്ത രീതിയിൽ ബോട്ടിൻ്റെ ലോഗോ, റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേഷൻ. ഇത് ഫോൾഡ് ചെയ്യാൻ തോന്നണം. അതെ, ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം ബാഗിലൊക്കെ ഇട്ട് മടക്കി കൊണ്ടുപോകാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. വലിയ തലമുള്ളവർക്ക് പറ്റും. അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഗൈസ്.